പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സത്യത്തിൽ അഭിനയമാണ്. പുറത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നവരോട്, മറ്റു മനുഷ്യരോടൊക്കെ വളരെ മാന്യമായി പെരുമാറുകയും നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ ഭാര്യയോട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, സത്യത്തിൽ കയർക്കാൻ പറ്റുന്നവരോടൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയർക്കുകയും നമ്മുടെ ദേഷ്യവും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ രോഷവും അവരുടെ മുന്നിൽ കാണിക്കാറുണ്ട്. എന്നാൽ പുറത്ത് മനുഷ്യർക്ക് അറിയില്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത്. പുറത്ത് പുഞ്ചിരിയോടും നല്ല അഭിനയത്തോടുമൊക്കെ ജീവിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നമ്മെ ക്ഷമിക്കുന്നവർ, നമ്മളോട് പൊറുക്കുന്നവർ, പലപ്പോഴും അവർ ക്ഷമിക്കുന്നതും അവർ പൊറുക്കുന്നതുമൊക്കെ ഒരു പരിധിക്കപ്പുറം കടക്കുമ്പോൾ ആ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു 10-20 വയസ്സുള്ള ഒരു മകനെ കണ്ടു. ഉപ്പയെ കണ്ടിട്ട് കുറേ നാളായി എന്ന് ചോദിച്ചപ്പോൾ ഉപ്പയും ഉമ്മയും തമ്മിൽ ഡൈവോഴ്സായി. ഏകദേശം 1 വർഷത്തോളമായി. അപ്പോൾ വലിയ കഷ്ടമായി പോയെന്ന് പറയുമ്പോൾ ആ മകൻ പറഞ്ഞത്, എൻ്റെ ഉപ്പയെ കൊണ്ട് ഉമ്മ വല്ലാതെ പൊറുതിമുട്ടി. ഒരു 10-30 വർഷം എൻ്റെ ഉമ്മ വല്ലാതെ പ്രയാസം അനുഭവിച്ചു. ഇപ്പോൾ അവർ സ്വസ്ഥമായി ഒന്ന് ജീവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളറിയാതെ ഈ ദുസ്വഭാവം പിശാച് നമ്മളിലേക്ക് ദിവസം കൂടുന്തോറും അത് കൂടിക്കൂടി വരികയും ചിലപ്പോൾ നമ്മുടെ ഭാര്യയോട്, മക്കളോട്, ഒരു അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികളോട്, ഒരു കച്ചവടക്കാരനാണെങ്കിൽ തൻ്റെ കസ്റ്റമറോട്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മറ്റു മനുഷ്യരോട്, ഒരു മേലുദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരോട്, ഒരു ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരോട് തൻ്റെ പൗരുഷവും തൻ്റെ ചീറലും തൻ്റെ ദുഷിച്ച സ്വഭാവവും അതിങ്ങനെ കുറയുകയല്ല, കൂടിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് മറ്റൊരാൾ നമ്മളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടവും പ്രയാസവും എത്രത്തോളമുണ്ടോ, എൻ്റെ ഈ ദുഷിച്ച ദേഷ്യവും ഇത്തരം പ്രവണത കൊണ്ട് മറ്റുള്ളവർ സങ്കടപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വന്നാലും ഞാൻ കാരണം എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും സങ്കടപ്പെടേണ്ടി വരരുത്